കൂടിയാണ്. അതുകൊണ്ട് അത്തരം നടപടികളിലൂടെ KPMSന്റെ പ്രയാണത്തെ അയ്യങ്കാളിയെ അനുസ്മരിക്കാനുള്ള സമുദായത്തിന്റെ അവകാശത്തെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ ഈ അവസരത്തിൽ വിനിയോഗിക്കുകയാണ്. കേന്ദ്രമന്ത്രി തന്നെ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നതിന്റെ പേരിൽ 10-100 പ്രാവശ്യം ക്ഷമ വെച്ചിട്ടും തീർന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. ചെറിയ ചെരുപ്പിട്ടുകൊണ്ടകത്ത് കയറുന്ന എന്താ പറഞ്ഞൊരു പ്രശ്നം നിങ്ങൾക്കറിയാം. അപ്പൊ അവിടെയൊക്കെ പേടിയുണ്ട്, കേന്ദ്രമന്ത്രിക്ക് പേടിയുണ്ട്, സംസ്ഥാന സർക്കാരിന് പേടിയുണ്ട്, പോലീസിന് പേടിയുണ്ട്. പക്ഷെ പട്ടികജാതിക്കാരെ പൊലേറെ പേടിയില്ല എന്ന് പറഞ്ഞാൽ അവനെ പേടിക്കേണ്ട കാര്യമില്ല, അവരെന്ത് പറഞ്ഞാലും അനുസരിക്കും. അപ്പൊ ഞാൻ അടിസ്ഥാനപരമായി നമ്മൾ ഈ നിയമലംഘനം നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യനാണ്. അത് ഞങ്ങൾ തീരുമാനിക്കാൻ പോകുന്നേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയുന്നു, ഇതിനകത്ത് ശക്തിയായ പ്രതിഷേധം KPMSന്റെ കടുത്ത യൂണിയൻ രേഖപ്പെടുത്തുന്നത് മാത്രമല്ല, ഇത്തരം പ്രശ്നങ്ങളിൽ അടിസ്ഥാനപരമായി എന്നെ ചോദ്യം ചെയ്യുവാനും ജനാധിപത്യപരമായ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാനും KPMS തയ്യാറാണ്. അയ്യങ്കാളിയെ അന്നത്തെ കാലത്തിൽ അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ട ഇടങ്ങളിലേക്ക് ഇടിച്ചു കയറിയെങ്കിൽ ഇന്ന് ജനാധിപത്യ ഇന്ത്യയിൽ നമുക്ക് നിഷേധിക്കപ്പെട്ട ഇടങ്ങളിലേക്ക് ഇടിച്ചു കയറാനുള്ള തന്റെ ഇടവും ആദ്യവും സമുദായ സ്വാഭിമാന ബോധവും ആത്മാഭിമാന ബോധവും KPMSന്റെ പ്രവർത്തകർ ആർജിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഇങ്ങനെ പറയാൻ കാരണം, ഇവിടെ ആമുഖ പ്രസംഗം നടത്തിയ ശ്രീ S. രാജപ്പൻ സാർ പറഞ്ഞു, മഹാത്മാ അയ്യൻകാളിയുടെ 149ാമത് ജന്മദിനം കേരളത്തിലെ അധസ്ഥ ജനവിഭാഗങ്ങളും ചില പിന്നോക്ക വിഭാഗങ്ങളും ഒരു ഉത്സവമായി കൊണ്ടാടുന്ന ദിനമാണ് അവിട്ടം എന്ന് പറയുന്നത്. മഹാത്മാ അയ്യൻകാളി കേരളത്തിന്റെ സാമൂഹ്യ വിപ്ലവ ചരിത്രത്തിൽ നവോത്ഥാന നായകന്മാരുടെ പട്ടികയിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നയാളാണ്. അതിന്റെ കാരണം നമുക്കൊട്ടേറെ നവോത്ഥാന നായകന്മാരുണ്ടായിട്ടുണ്ട്. അവരെല്ലാം വിദ്യാഭ്യാസത്തിന്റെ പിൻബലമോ സമ്പത്തിന്റെ പിൻബലമോ വിദ്യാഭ്യാസം നേടിയവരുടെ പിൻബലമോ ലഭിച്ചവരായിരുന്നു. എന്നാൽ വിദ്യാഭ്യാസമില്ലാത്ത, വിദ്യാഭ്യാസം സിദ്ധിച്ചവരുടെ പിന്തുണയില്ലാത്ത, സമ്പത്തില്ലാത്ത നിരക്ഷനായ ഒരു സാധാരണ കർഷക തൊഴിലാളിയുടെ മകനായ ശ്രീ അയ്യൻകാളി അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ തന്നെ അന്ന് നടമാടിയിരുന്ന സവർണ മേധാവിത്വത്തിന്റെ കിരാത ഭരണത്തെ, അന്ന് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യനെ മൃഗമായി കരുതിയിരുന്ന ആ കാലഘട്ടത്തിൽ കേസിലെ പ്രതിയാണ് പോലീസുകാർക്കറിയാം. വിനോദ് എന്ന് പറയുന്നത് കൊലക്കേസിലെ പ്രതിയാണ്. സനീഷ് കുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചവൻ പെണ്ണുകേസിലെ പ്രതിയാണ്. അങ്ങനെ എല്ലാ ക്രിമിനലുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഗുണ്ടായുസമാണ് നടക്കുന്നത്. അങ്ങനെ ഒരാളെ ഞങ്ങൾ പുറത്താക്കി. ഇപ്പോഴെന്താണ്, അദ്ദേഹം UDFന് വേണ്ടപ്പെട്ടയാളാണ്. 2 സീറ്റ് കൊടുത്തു, 2ഉം തോറ്റു. അവർ സപ്പോർട്ട് ചെയ്ത് കാശ് മേടിച്ചുകൊണ്ട് എല്ലാം തോറ്റു. എന്നിട്ട് ഇപ്പോൾ കൊണ്ടുനടക്കുകയാണ്. ആ ബന്ധത്തിലാണ് ഈ ജന്മദിനാഘോഷം നിരോധിക്കുവാനുള്ള ഉത്തരവുണ്ടാക്കിയത്. അയാളുടെ മകനാണ് ശ്രേയാംസ് കുമാർ. 1500 ഏക്കർ ആദിവാസികളുടെ ഭൂമി തട്ടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നയാളാണ് അദ്ദേഹം. അങ്ങോട്ട് ഞങ്ങൾ സമരം നടത്താൻ പോവുകയാണ്. ആദിവാസികളെ കൊണ്ട് സമരം നടത്താൻ പോവുകയാണ്. അച്ഛനും മകനും കഴിഞ്ഞ 5 വർഷക്കാലം LDFലായിരുന്നു. അധികാരം പോകും തങ്ങളുടെ ഭൂമി രക്ഷിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവർ നിന്ന് മാറി UDFൽ ചേക്കേറി. ഇപ്പൊ അത് സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. ആ ശ്രേയാംസ് കുമാറിന്റെ അനിയനാണ് സുന്ദരസുകുമാർ. അതിന് മറുപടി വീരേന്ദ്രകുമാർ പറഞ്ഞോളൂ. ഞങ്ങൾ അങ്ങനെ ആരോപണം ഉന്നയിച്ചു. അതുകൊണ്ട് സോണിയാഗാന്ധി വന്നപ്പോൾ ഞങ്ങൾ 8 ലക്ഷം പേരെ പങ്കെടുപ്പിച്ച് നടത്തിയ ശതാബ്ദി സംഗമത്തിന്റെ ഫോട്ടോ പോലും ഫ്രണ്ട് പേജിൽ ഇടാതിരുന്ന മാതൃഭൂമി ഇപ്പോൾ അത് ഫ്രണ്ട് ടോപ്പിൽ കൊടുത്തു. 6000 പേർ പങ്കെടുത്ത പ്രകടനത്തിന്റെ ഫോട്ടോയാണ് ഇട്ടത്. ഇത് ശ്രീകുമാറിനെ രക്ഷിക്കാൻ വേണ്ടിയല്ല, പുലയെ രക്ഷിക്കാൻ വേണ്ടിയല്ല, പട്ടികജാതിക്കാരെ രക്ഷിക്കാൻ വേണ്ടിയില്ല, അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അറിയാൻ കഴിയാതെ സുന്ദര ഒരുവനായി കഴിയാൻ ശ്രമിക്കുന്ന ശ്രീകുമാറിന്റെ ആഡംബര ജീവിതത്തിന് പണം കൊടുക്കുന്നയാളാണ് വീരേന്ദ്രകുമാർ. പിന്നെ മനോരമയാണ്, മലയാള മനോരമ. ഞങ്ങളാണ് ആദ്യമായി KPMS ആണ് പറഞ്ഞത്, ഇവിടെ പട്ടികജാതിക്കാരായിട്ടുള്ള ആളുകൾ പരിവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരവരുടെ ഏതെങ്കിലും ക്രിസ്ത്യൻ വിഭാഗത്തിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളിൽ ഈ വിഭാഗം ദളിത് ക്രൈസ്തവർക്ക് സംവരണം കൊടുക്കണമെന്ന് ആദ്യമായി കേരളത്തിൽ പറഞ്ഞത് KPMS ആണ്. അങ്ങനെ പറഞ്ഞപ്പോൾ KPMSനെ പ്രതിസ്ഥാനം നിർത്തിക്കൊണ്ട് മനോരമ ഇപ്പോൾ ശ്രീകുമാറിനെ പിടിച്ചെടുത്ത് അവരുടെ മുദ്രാവാക്യങ്ങൾ വിളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിവിടെ വിലപ്പോകില്ലെന്ന് ഇപ്പൊ നിങ്ങൾക്ക് വലിയ താമസമില്ലാതെ മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ മാഫിയ സംഘങ്ങളുടെ, പെൺവാണിഭ സംഘങ്ങളുടെ, കഞ്ചാവ് സംഘങ്ങളുടെ അധികാരം തിരിച്ചുകൊണ്ടുപോകുന്ന ഭൂമാഫിയകളുടെ എല്ലാം പ്രതിനിധിയായിട്ടാണ് ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ പറയണം, ഞങ്ങൾക്കൊരു 1000 പോസ്റ്റ് അടിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത സമൂഹമാണിത്. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ഫ്ലെക്സ് ബോർഡുകൾ
പാർട്ടി പോസ്റ്ററുകൾ അടിച്ചുകൊണ്ടാൻ ശ്രീകുമാറിന് എവിടെ നിന്ന് പണം കിട്ടിയെന്ന് പോലീസുകാർ അന്വേഷിക്കണം. അല്ലാതെ അവിടെ ചെന്ന് അതിന്റെ ഫലം വാങ്ങിക്കുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ നീതിക്ക് വേണ്ടിക്കാനാണ് നമ്മുടെ പോലീസുകാരെ. കാരണം വിവരമില്ലാത്തവർ ഇതിനകത്തുണ്ട്, ക്രിമിനലുകൾ ഇതിനകത്തുണ്ട്, ചിന്തിക്കാൻ ശേഷിയില്ലാത്തവരുണ്ട്, ചരിത്രം പഠിക്കാത്ത പോലീസുകാരുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് ഈ വിഭാഗത്തോട് വേണ്ട. ഇവിടെ ഞങ്ങൾ ഇതെല്ലാം നന്നായി കളിച്ചു വന്നവരാണ്. KPMS എന്ന് പറയുന്നത് മഹാത്മാ അയ്യൻകാളിയുടെ പിന്മുറക്കാരാണ്. അദ്ദേഹത്തിന്റെ രക്തം ഈ സിരകളിൽ വഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഉമ്മാട്ടിയൊന്നും ഞങ്ങൾക്ക് കാണിക്കണ്ട. അവരുടെ ജന്മദിനാഘോഷം ഇങ്ങനെ ആര് 244 പ്രഖ്യാപിച്ചാലും 11-ാം തീയതി ഞങ്ങൾ നടത്തിയിരിക്കും. ജന്മദിനാഘോഷം ഞങ്ങൾ നെഞ്ചത്തും വെടിവെച്ചോളും, ഒന്നോളും. ആത്മാഭിമാനത്തോടു കൂടി ഞങ്ങൾ മരിക്കും. 100 ദിന പരിപാടിയായിട്ട് ആഘോഷിക്കാം കോൺഗ്രസുകാർക്ക്. ഇവിടെ നമ്മുടെ MLA ഉണ്ടല്ലോ മോൻസ് ജോസഫ്, അദ്ദേഹം എന്തുകൊണ്ട് ഇടപെട്ടില്ല? ഇങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോൾ മോൻസ് ജോസഫ് എവിടെ പോയി? പട്ടികജാതി KPMSകാരുടെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങിയതല്ലേ ജയിക്കാൻ വേണ്ടി? അവരെ KPMSകാർക്ക് പ്രശ്നം വന്നപ്പോഴത്തെ ഇടപെടണ്ടേ? അദ്ദേഹം പറഞ്ഞത് പോലീസുകാർ പറഞ്ഞതാണ് ശരി. എവിടെയാണ് പോലീസുകാർ പറഞ്ഞാൽ ശരിയുള്ളത്? എന്ത് സെക്യൂരിറ്റിയാണ് നമ്മുടെ പോലീസുകാർക്കുള്ളത്? നമ്മുടെ മുഖ്യമന്ത്രി എല്ലാ സെക്യൂരിറ്റിയുള്ള സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കസേരയിൽ കയറി വെളിക്കിറങ്ങിയില്ലേ? എവിടെ പോയി സെക്യൂരിറ്റി? ഇതൊന്നും പോലും കഴിയാത്ത ആളുകളാണ്, പാവപ്പെട്ട ആളുകൾ. അവർ ജന്മദിനാഘോഷം നടക്കുന്നു. അതിനകത്ത് ചെറിയ സംഘർഷം ഉണ്ടായി. ആ സംഘർഷം ഉണ്ടായ പെൺകുട്ടിയാണ്. അത് പട്ടികജാതിക്കാരുടെ കാര്യം അവർക്കറിയാമല്ലോ. അവർ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി IAS കിട്ടി, കളക്ടറായി. അതിനപ്പുറത്തെ ചരിത്രം പട്ടികജാതിക്കാരുടെ പുലയുടെ ചരിത്രം പഠിച്ചിട്ടുണ്ടോ അവര്? ഇവിടുത്തെ പോലീസുകാർ എഴുതി കൊടുത്ത കള്ളത്തരം ഒപ്പിട്ട് കൊടുത്ത് ഓർഡറാക്കി. ഞങ്ങൾ പറഞ്ഞു ശരിയല്ല, ഇത് പരിശോധിക്കണം. പോലീസ് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പരിശോധന ഇല്ല. എന്ത് രാജ്യമാണത്? എന്ത് അനീതിയാണത്? അത് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഞങ്ങൾ നാളെ സമരം ചെയ്യും. മറ്റന്നാളുടെ ചതയനത്തിന് കുറെ VIP വരുന്നുണ്ട്, 2 മന്ത്രിമാരുൾപ്പെടെ. ഞങ്ങൾ കരിങ്കൊടി കാണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കരിങ്കൊടി കാണിക്കും. നിങ്ങൾ വെടിവെക്കാൻ ഞങ്ങൾ അടിസ്ഥാനത്തിൽ അടിച്ചു. ഞങ്ങൾക്ക് അതാണ് കാണേണ്ടത്. ഇവിടെ ഈ വൈക്കത്ത് കരിങ്കൊടി കാണിക്കാതെ ഒരു നേതാവിന് ഞങ്ങൾ കേട്ടത്തില്ല. നാളെ മറ്റന്നാൾ ഞങ്ങൾക്ക് ഓണമില്ല, ഒന്നുമില്ല. ഞങ്ങളുടെ ഓണമാണ് അലങ്കോലപ്പെടുത്തിയത്. അതുകൊണ്ട് പോലീസുകാരും വീട്ടിൽ പോകണ്ട, ഓണത്തിന് പോകണ്ട, ഞങ്ങൾക്ക് കാവൽ നിന്നാൽ മതി. അതുകൊണ്ട് പോലീസുകാർ പാവപ്പെട്ട ചെറിയ നല്ല ആളുകളുണ്ട്. ഇല്ലെന്നിരിക്കാൻ പോകുന്നില്ല. 144 അവിടെ കിടക്കും. ഞങ്ങൾക്കറിയാം എന്ത് സംഭവിക്കും. കുറെ പോലീസുകാരുടെ ഉറക്കം കിട്ട അവിടെ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ അവർ ഞങ്ങളെ കാത്തിരിക്കും. വന്ന പ്രകടനമായിട്ട് വരും. കുറെ പേര് അറസ്റ്റ് ചെയ്യും, കേസെടുക്കും, ജയിലിൽ കൊണ്ടുപോകും. കുറച്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും. തൂക്കിക്കൊണ്ടുപോകുന്നില്ല. അങ്ങനെയുള്ള പണിയൊന്നും ചെയ്തില്ല. KPMS ഉന്നതമായ സാംസ്കാരിക പൈതൃകമുള്ള, സമര പാരമ്പര്യമുള്ള, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ്. ഞങ്ങൾ പോക്കൃത്തരം കാണിക്കാൻ പോവില്ല, നിയമനിഷേധത്തിന് പോവില്ല, ആരുടെയും സ്വത്ത് നശിപ്പിക്കാൻ പോവില്ല, ആരെയും ഉപദ്രവിക്കാൻ പോവില്ല. ഒന്നും ചെയ്യാത്ത പ്രസ്ഥാനമാണ്. ഞങ്ങൾ ആ അന്തസ്സ് കാത്തു സൂക്ഷിക്കും. അതുപോലെ ഞങ്ങളോട് പ്രതികരിക്കാൻ കഴിയണം. അത് ഗവൺമെന്റിന്റെ ആളുകൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. പോലീസുകാരെയൊക്കെ കുറിച്ച് കെട്ടിയത് രാഷ്ട്രീയ താല്പര്യം കൊണ്ടാണ്. അതിനകത്ത് മോൻസ് ജോസഫ് MLA മറുപടി പറയണം. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ജില്ലയാണ് മറുപടി പറയണം. കേരളത്തിൽ ഒരിടത്തും ഈ വൈക്കത്തല്ലാതെ ഈ നിരോധനാജ്ഞ വന്നിട്ടില്ല. എല്ലാ സ്ഥലത്തും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പാറശാല വരെയുള്ള മുഴുവൻ പ്രദേശങ്ങളിലും അന്ന് ജന്മദിനാഘോഷം കൊണ്ടാടുകയാണ്. ചെറുതും വലുതുമായ സംഘടനകളും പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഒക്കെ തന്നെ ആഘോഷിക്കും.